ഒരു കുട്ടി കളിക്കുന്നതിലൂടെ, കൂട്ടമായി ചേർന്ന് കളിക്കുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന ഗുണങ്ങളെപ്പറ്റി ആ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നെങ്കിൽ സ്ഥിരമായി ആ കുട്ടികളെ അവർ കളിക്കാനയക്കുമായിരുന്നു. ചേർന്ന് നിൽക്കുക, കൂട്ടത്തോടെ നിൽക്കുക എന്ന ഗുണം, ക്വാളിറ്റിയാണ് കുട്ടിക്ക് ആദ്യമായി കിട്ടുന്നത്. രണ്ടാമതായി തൻ്റെ ഊഴത്തിന് വേണ്ടി കാത്തു നിൽക്കുക എന്നൊരു ഗുണം കൂടി കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല, ചെറിയ ചെറിയ വേദനകളെ താൻ സഹിക്കേണ്ടതുണ്ട്. താനത് നമ്മൾക്ക് നാട്ടിലൊക്കെ കാണാം, കാലൊക്കെ മുറിയായാലും, നല്ലൊരു മുറിയായാലും കുട്ടി പോയി കളിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിലൂടെയൊക്കെ കുട്ടിക്ക് ഒരുപാട് ഗുണങ്ങൾ ആ കളിയിലൂടെ ചേർന്ന് നിൽക്കുക എന്ന ഗുണം കിട്ടുന്നുണ്ട്. തൻ്റെ ഊഴത്തിന് വേണ്ടി കാത്തു നിൽക്കണം എന്ന ഗുണം കിട്ടുന്നുണ്ട്. ചെറിയ ചെറിയ വേദനകൾ, പ്രയാസങ്ങൾ സഹിക്കണമെന്ന ഇത് കിട്ടുന്നുണ്ട്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം, പരാജയങ്ങളെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് കുട്ടി കിട്ടുന്നുണ്ട്. കാരണം അധിക പ്രാവശ്യം ചിലപ്പോൾ കളിക്കുമ്പോൾ തോക്കും ജയിക്കും, തോക്കും ജയിക്കും, അങ്ങനെ ആ പരാജയങ്ങളെ നേരിടാനുള്ള ത്രാണ, ആ ഒരു ശക്തി അതും കിട്ടുന്നുണ്ട്.